മാർവാടിക്ക് നിങ്ങളെ അളിയൻ കത്ത് തന്നിട്ടുണ്ടാ? കണ്ട ഇംഗ്ലീഷിലാണ് എഴുത്ത്. പ്രിയ മാർവാടി കൊടു 1.25 ലക്ഷം അപ്പുക്കുട്ടന്. ബി.ജെ.പി സ്ഥാനാർത്ഥിയായിരുന്ന റോബിൻ രാധാകൃഷ്ണനെതിരെ ഗുരുതര ആരോപണവുമായി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ വേദലക്ഷ്മി. അല്ല, രക്ഷപ്പെട്ടല്ലോ, ചാവാതെ രക്ഷപ്പെട്ടല്ലോ എന്ന് പറയായിരുന്നു. കടം വാങ്ങിയ പണം തിരികെ ചോദിച്ചപ്പോൾ ബി.ജെ.പി ബന്ധം പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ഞാൻ കഴിഞ്ഞ മാർച്ച് 31 തന്നെ നിയമ നടപടികളിലോട്ട് മൂവ് ചെയ്തിരുന്നു. പക്ഷേ റോബിൻ അതിനൊന്നും പ്രത്യക്ഷപ്പെടാതെ, അതിനൊന്നും അപ്പിയർ ചെയ്യാതെ ഇലക്ഷന്റെ കാര്യവും അമ്മയുടെ ചികിത്സയൊക്കെ പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോകായിരുന്നു. പണത്തിന് മേൽ പരുന്തും പറക്കുകയല്ല, പണമില്ലാത്തവൻ പിണമാണ് ഔസേപ്പേട്ട. എങ്ങനെയെങ്കിലും കാശ് ഉണ്ടാക്കുക, അതാണ് എന്റെ പ്രമാണം. പിന്നെ നമുക്ക് പൈസ തരാനുള്ളതിന്റെ ഡേറ്റുകൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ. ഈ അടുത്തായിട്ട് ആളൊരു സൈബർ കൊട്ടേഷൻ എന്നുള്ള രീതിയിൽ എനിക്കെതിരെ ഒരാളുടെ അടുത്ത് കൊടുത്തു. അങ്ങനെ ഇവനൊക്കെ എന്ത് നഷ്ടപ്പെടാൻ? കാട്ടിലെ മരം തേവരടാന വലിയടാ വലിയ. അതിന്റെ പേരിലാണ് എനിക്ക് പിന്നെ പൊതുമാധ്യമങ്ങളിലൂടെ, സമൂഹ മാധ്യമങ്ങളിലൂടെ ഇതിനെക്കുറിച്ചുള്ള സത്യാവസ്ഥ എന്താണെന്നുള്ളത് പുറത്തോട്ട് പറയേണ്ടി വരുന്നത്. എന്റെ മാത്രമല്ല, എനിക്ക് ഒരു 8 ലക്ഷം രൂപ അല്ലാതെ എന്റെ സുഹൃത്തുക്കളിൽ നിന്ന് ഇപ്പൊ അത്ര എന്റെ കയ്യിലില്ല, ഒരു ശകലം കുറവുണ്ട്. എത്ര കുറവുണ്ട്? 7,49,000 തന്നെ കുറവുണ്ട്. പൈസ തിരിച്ചു തരുന്നില്ല. അതിന്റെ ഒരു കാര്യം ചോദിക്കുന്ന സമയത്ത് എന്തുമാത്രം മോശമായിട്ട് സംസാരിക്കാവോ, അത്രയും തെറിയും ഇതെല്ലാം വിളിച്ച് പ്ലേ ചെയ്യാൻ അതേതായാലും നന്നായി. കുടുംബത്തിൽ പറഞ്ഞവർ ഇങ്ങനെ തന്നെ ചെയ്യണം. പറ്റത്തില്ല, അത്രയും ബീപ്പിട്ട് പോലും പ്ലേ ചെയ്യാൻ പറ്റത്തില്ല. അമ്മാതിരി കിടന്ന് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അങ്ങോട്ട് കിടന്ന് സംസാരിച്ചിട്ട്, സാറേ ഇത് എന്റെ സ്ഥിര നാടക. നിങ്ങൾക്ക് എത്ര പൈസ കിട്ടാനുണ്ട്? റോബിൻ എത്ര പൈസ? 30 ലക്ഷം രൂപ എന്റെ തരാനുണ്ട്. ചോദിക്കുന്നത്, ഇവർക്ക് പൈസ കിട്ടാതെ ആദ്യം കൊടുത്ത് പിന്നെ കിട്ടാതെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. വീണ്ടും വീണ്ടും കൊടുക്കാൻ പൊട്ടന്മാര്, പൊട്ടന്ന ലോക പൊട്ടനാണ്. റിയാലിറ്റി ഷോയിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് പറഞ്ഞ പോലെ ഒരു വിശ്വാസ്യത ഉണ്ടല്ലോ, അതാണ് ഇയാള് വർഷങ്ങളായിട്ട് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു 5000 തരാൻ ചോദിച്ചപ്പോ മുതലാളിയുടെ കാലണ ഇല്ലാന്ന് പറഞ്ഞു. കണ്ട തെണ്ടികൾക്ക് കൊടുക്കാനില്ലെന്നാ പറഞ്ഞത്. ഇപ്പൊ മുതലാളിയുടെ കൊച്ചന ഇതേ ഒരു ഫോർമാറ്റ് വെച്ച് ഇത്തരം ആക്ടിവിറ്റീസ് ചെയ്ത് ആളങ്ങ് വല്ലാതെ കോൺഫിഡന്റ് ആയിപ്പോയി. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. എന്ത് പറഞ്ഞാലും അതിന് വേറൊരു നെറേറ്റീവ് ഉണ്ടാക്കി അത് പൊതുസമൂഹത്തിന് ഇപ്പൊ തന്നെ കുറച്ച് പ്രിന്റ് ഔട്ട് എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. ഈ തത്വം അപമാനിച്ചു എന്നുള്ളത് അത് വളരെ മോശമായിട്ട്, അത് ആ ചുറ്റുവട്ടത്തുള്ള കുറെ സ്ത്രീകളോട് പുള്ളിക്കാരൻ ഇങ്ങനെ തന്നെ പെരുമാറിയിട്ടുള്ളതായിട്ടും അറിയുന്നു. ഇപ്പൊ മനസ്സിലായില്ലേ എനിക്ക് അല്പം തൊലിക്കട്ടി കൂടുതലാണെന്ന്? നാണവും മാനവും ഇത്തിരി കുറവാണ്. ഓരോ ആൾക്കാരെയാണ് ഈ ഒരു ഫോർമാറ്റിൽ പറ്റിച്ചോണ്ടിരിക്കുക. ഞങ്ങൾക്ക് വേണ്ടത് ഇതും കൂടാണ്. ഇനി ഒരാളെ ഇതുപോലെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഉണ്ടാവരുത്. വാങ്ങിച്ചേ ശീലമുള്ളൂ, കൊടുത്ത് ശീലമില്ല. ഒരാൾക്ക് ഫണ്ട് കൊടുക്കാനുണ്ടെങ്കിൽ എന്താ ചെയ്യാ? അവർ ഈ പറഞ്ഞ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു തന്നിട്ട് ഇതിലേക്ക് ഫണ്ട് തരാൻ വേണ്ടി പറയും. നിന്റെ ശബ്ദത്തിന് എന്താ ഒരു പരപരപ്പ്? സമയദോഷം, ജലദോഷം. ഇവരുടെ ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ നശിപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ തനക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടടോ നാണം കെടാൻ. നാണം കെട്ടവനെ. ബ്രോ എനിക്കൊരു 500 രൂപ തന്നു. സങ്കല്പിച്ചാ മതി. നാളെ ഒരു സമയത്ത് ബ്രോ എൻ്റെ അടുത്ത് വന്നു, ഒരു വർഷം കഴിഞ്ഞാൽ നീ എനിക്ക് അന്ന് ഒരു 500 രൂപ തരാനുണ്ട്, നീ എനിക്ക് തന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ബ്രോ അല്ലേ എനിക്ക് അന്ന് ആ ഫ്രണ്ട്, നിനക്ക് ഞാനല്ലേ തന്ന, നീ എനിക്കല്ലേ ഇട്ട് തരേണ്ടത്, അതിന്റെ 500 രൂപ ഇട് എന്ന് പറഞ്ഞ എങ്ങനെ ഇരിക്കും? നീ ഒന്നും പണയണ്ട ബ്രോ. ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഞാൻ തന്നെ പേടിച്ചിട്ട് എത്ര നാള് ഈ കംപ്ലൈന്റ് കൊടുത്തിട്ട് പോലും ഭീഷണിപ്പെടുത്തി എന്നെ കൊണ്ട് വീഡിയോ എടുത്തു. അപ്പൊ കുറച്ച് വിദ്യാഭ്യാസം കുറവാണെന്നേ ഉള്ളൂ, കുറെ വിദ്യകളും സകല അഭ്യാസങ്ങളൊക്കെ പഠിച്ചവനാണ് ഞാൻ. ജാനുവരി 2 പിന്നെ ജാനുവരി 3 ഞാൻ 90,000 വീണ്ടും കൊടുത്തിട്ടുണ്ട്. ഈ 100 രൂപ ഡെയിലി കൊടുക്കുന്നുണ്ടോ? എല്ലാ ദിവസവും ഇങ്ങോട്ട് വരണമെന്ന് അറിയാനാ. അത് പാർട്ടിയുടെ ആവശ്യത്തിന് അഭിചേട്ടൻ എനിക്ക് അവിടെ പോകാനുള്ളതാണ്, എന്റെ 1 രൂപ കയ്യിലില്ല എന്ന് പറഞ്ഞിട്ടാണ്. അതിലൊക്കെ ചാറ്റിൽ അതിലുണ്ട്. അല്ല, നിങ്ങൾക്കൊന്നും തലക്ക് ശരിയായി പോയതിൽ ഈ 90,000 ബ്ലോക്കായി, ഈ 5 ലക്ഷം ബ്ലോക്ക് ആയപ്പോഴത്തേക്ക് എന്റെ 40 ലക്ഷത്തുള്ളിൽ എത്തിയപ്പോഴത്തേക്ക് എനിക്ക് ആകെ പേടിയായി പോയി. ഏത് രീതിയിൽ ഏത് രീതിയിൽ മോശമായിട്ട് ചിത്രീകരിക്കാൻ പറ്റുമോ അത്ര വലിയ ഹൈ തെറി അവൻ ലക്ഷ്മിയെ വിളിക്കുകയുണ്ടായി. ഇവൻ സമനില തെറ്റി ചെയ്യുന്ന ഈ ഇടയായിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടിയാ. അപ്പം ഇനി അതില് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് 36,70,75,000 രൂപ ഇനി അവൽ ബ്രോന് കൊടുക്കാനുണ്ട്. എങ്ങനെ ഇരിക്കണം? നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. ഫ്ലാഷ് ബാക്ക്. ഇവരുടെ ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ നശിപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ആ പാറ്റേൺ ഒന്ന് നോക്കിയേ. ബ്രോന്റെ ഫ്രണ്ടിന്റെ അക്കൗണ്ട് തന്നിട്ട് പറയാം, അല്ലെ ജിപേ തന്നിട്ട് അതിലേക്ക് ഇട്ടാൽ മതി എന്ന് പറയാം. ഞാൻ എന്ത് ചെയ്തു, ബ്രോ എന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് ഇട്ട്. ഇതെല്ലാം ചെല്ലപ്പന്റെ ഒരു തമാശയല്ലേ സാർ? സോ ഞാൻ ഈ വരുന്ന ജനുവരി 31, 2026 വരെ സമയം ചോദിച്ചിട്ടുണ്ട്. എന്തിനാ അതിന്റെ താഴെ ഇരുന്ന് തണ്ടാനോ? ബാലൻസ് ഉള്ളത് 40 ലക്ഷം രൂപയാണ്.
അതിൽ ഈ വരുന്ന മെയ് 28-ാം തീയതി അന്ന് 5 ലക്ഷം രൂപ, ജൂൺ 5-ാം തീയതി അന്ന് ബാലൻസ് 5 ലക്ഷം രൂപ. ബാക്കി എത്ര? 25,000 രൂപ സാബ് ഇപ്പൊ ഇങ്ങോട്ട് തരണം. എപ്പോ തരും? ഞാൻ തരാന്ന്. എന്റെ കാശിന് വിലയൊന്നുമില്ലേ? അതിനുശേഷം ജൂൺ 15-ാം തീയതി അന്ന് 25 lakhs കൂടെ ചേർത്തിട്ട് കംപ്ലീറ്റ് എമൗണ്ട് അന്നത്തോടു കൂടി ഫിനിഷ് ചെയ്യാണ്. അതെ ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ഇനി നടക്കാൻ പോണ മുള്ളിക്കളിയുള്ള നമ്മളില്ല ഏട്ടാ, നമ്മളിവരുണ്ടാ ഫ്രീ. അതെ, ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ നിക്കാൻ നേരമില്ല.